ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഇടുന്നത് കൊണ്ട് മെയിൻ ഉദ്ദേശം കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു കോവയ്ക്ക ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഫസ്റ്റ് ഉണ്ടായ കോവയ്ക്കകളാണ്. ഏകദേശം 5 ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ബാക്കി ഒത്തിരി പൂക്കൾ നിൽപ്പുണ്ട്. ഫസ്റ്റ് ഉണ്ടായ 5 അത് എത്ര ആയിരുന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം അതിലൊരു തരി വിഷത്തിൻ്റെ അംശം ഇല്ല എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് മനസ്സിലുള്ളത്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും എന്തിനും മീനിന് വരെ കൊടിയ വിഷമാണ് അടിച്ചു വരുന്നത്. നമ്മൾ എന്ത് ധൈര്യത്തിലാണ് മക്കൾക്കും വീട്ടിലുള്ളവർക്കും കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് കോവയ്ക്ക പൂക്കൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തരുന്ന ഓരോ ബോണസുകളാണ്. ഒരു കുറച്ച് സമയം ഈ കൃഷിക്കെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുക. പക്ഷേ അതിന് വേറൊരു കാര്യം കൂടെ വേണം, മനസ്സ് ചെയ്യാനുള്ള ഒരാഗ്രഹം. ഇതിനെ വേറെ ജോലിയില്ലേ, വേറെ പണിയില്ലേ എന്ന് വിചാരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ നമുക്കിതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അറിയാം. ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ആഹാരമാണ് നമ്മുടെ ആരോഗ്യം. എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാണുമ്പോഴും അതിൻ്റെ മണം നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോഴും നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതെൻ്റെ വീട്ടിലുണ്ടായ 2ാമത്തെ കോളിഫ്ലവറാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല ആരോഗ്യത്തോടെ എപ്പോഴും വളരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നല്ല ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന ഒന്നാണ് എന്ന് നമ്മളങ്ങനെ എഴുതി കളയുന്ന വെജിറ്റബിൾസൊക്കെയാണ്. പക്ഷേ അതൊക്കെ നമ്മളൊന്ന് മനസ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും നമുക്കും വീട്ടിൽ ചെയ്യാം. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ. ഇത് മല്ലിയിലയുടെ അതേ സ്മെല്ലും പക്ഷേ അതിനേക്കാളും ഏറെ ഗുണമുള്ളതുമാണ് ഈ ആഫ്രിക്കൻ മല്ലിയില. ഇത് ഞാൻ രസത്തിനിടും, വെജിറ്റബിൾ കറിക്കിടും. ഞാൻ മാക്രോണി ചെയ്യുമ്പോൾ അതിൽ ഇടാറുണ്ട്. അങ്ങനെ മിക്കവാറുമുള്ള എല്ലാ വെജിറ്റബിൾ കറിക്കും, അതുപോലെ തന്നെ ഇറച്ചിക്കറി ഞാൻ വെച്ചിരുന്നാലും ചിക്കൻ കറി ആയിരുന്നാലും ബിരിയാണി എല്ലാത്തിലും ഇതിൻ്റെ ഇല ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രാവശ്യം നമ്മളിതൊന്ന് ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി, പിന്നെ നമ്മളെ ഗാർഡനിൽ നിന്നിട്ട് മാറില്ല. പ്രത്യേകിച്ച് ഇത് തറയിലാണ് വെക്കാനുള്ളത് കേട്ടോ. തറയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സ്പ്രെഡാവും. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പൂക്കുറ്റി പോലൊരു പൂവ് മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സുകളുണ്ടാവും. അതിനെ നമ്മൾ ചെറിയ ചെറിയ കപ്പിലോ ചിരട്ടയിലോ വെച്ചിട്ട് അതൊന്ന് വലുതാകുമ്പോൾ തറയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എപ്പോഴും നമുക്ക് മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. എക്സാക്റ്റ് അത് മല്ലിയിലയുടെ ഒരു മണവും അതിനേക്കാളും ഗുണമുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ തൈ കണ്ടോ, ഇത് പൂ പോലെ മുകളിൽ വന്നിട്ട് ഇതിൻ്റെ ഓരോ മുകുളങ്ങളിലും ഓരോ തൈകളുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ വെച്ച് പിടിപ്പിച്ചാൽ നന്നായിട്ട് വരും. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുല്ലുകളൊന്നും അതിൽ വരാൻ നമ്മൾ സമ്മതിക്കരുത്. ഉടനെ തന്നെ കൈയോടെ വൃത്തിയാക്കണം. ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടാതെ വന്നപ്പോഴാണ് ഈ ഗാർഡൻ വീണ്ടും ഇതേ അവസ്ഥയിലായത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് അറിയാവുന്നവർക്കും അറിയാം. നമ്മൾ പറയുന്നത് പോലെ ഭക്ഷണം ഔഷധം പോലെയാണ്. അത് നമ്മൾ നല്ല രീതിയിൽ നല്ല വിഷമില്ലാത്തത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ചായിരുന്നാലും ഇപ്പം വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ എന്നിട്ടാണോ ഇത്രയും ഡയലോഗ്. പക്ഷേ എനിക്കിത് ഒരു വലിയ കാര്യമാണ്, ഒരു അമൃതിന് തുല്യമാണ് കേട്ടോ എനിക്ക് ഈ വെജിറ്റബിളെല്ലാം. അത് ഫ്രൂട്ട്സ് ആയിരുന്നാലും ശരി, ഇപ്പോൾ ഒരു തേങ്ങ ആയിരുന്നാലും ശരി, കരിക്കായിരുന്നാലും ശരി, അതൊക്കെ വിഷമടിക്കാതെ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത് വഴുതനങ്ങ, ഇതൊന്ന് ഒന്ന് മാത്രം തന്നെ കേട്ടോ, അത് അങ്ങനെ ചുരുണ്ടുക. പക്ഷേ ഇതിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം വലിയ വലിയ വഴുതനങ്ങയാണ് കേട്ടോ. പക്ഷേ ഇത് ഇനിയും വലുതാവും, പിന്നെ അത് ചീത്തായി പോയാലോ എന്ന് വിചാരിച്ചെടുത്തത്. ഇതൊക്കെ
4 ദിവസം ആയപ്പോഴേക്കും ഇത്രയും അധികം നീളം വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഇതിനെ മാക്സിമം വളരാൻ വിടുകയാണ്. ഇത് എത്രമാത്രം നീളം വയ്ക്കുമെന്ന് അന്നറിയണമല്ലോ. പക്ഷെ കൊള്ളാം കേട്ടോ. ഈ വെറൈറ്റി ഇത് എങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നന്നായിട്ട് വിളവ് തരുന്നുണ്ട്. ഇതിൻ്റെ 2 എണ്ണം മതി ഒരു കുടുംബത്തിന് ധാരാളമായിട്ടൊരു മെഴുക്ക് പുരട്ടിക്കോ സാമ്പാറിനോ അവിയലിനോ ഒക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതാനുള്ളത്. നമുക്ക് കുടുംബത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതൊക്കെയാണ് ഒരു മാർഗം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലിപ്പോൾ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിതിൽ വീഡ് മാറ്റ് ഫുള്ളും വിരിക്കാൻ തീരുമാനിച്ചു. കാരണം കണ്ടില്ലേ, ഈ മാറ്റ് വിരിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ പുല്ലുകളെല്ലാം ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വളർന്നു വരുന്നത്. അവിടെയെല്ലാം ഫുൾ ഞാൻ വീഡ് മാറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം അപ്ലോഡ് ചെയ്യാം. അത് എനിക്ക് സക്സസ് ആയിരുന്നു കേട്ടോ. കാരണം നല്ല രീതിയിൽ അതിൽ ഒരു ചെറിയ രീതിയിൽ പോലും അതിന് പുല്ല് മുളയ്ക്കുന്നില്ല. അപ്പോൾ ഇത് ഫുള്ള് അങ്ങനെ വീഡ് മാറ്റ് ഇട്ടിട്ട് ഈ ചെടി നടാനുള്ള ഭാഗം മാത്രം ഒന്ന് സർക്കിളായിട്ട് മുറിച്ച് അവിടെ വളവും മണ്ണൊക്കെ മാറ്റി നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് വളർത്തിയെടുത്താൽ എനിക്കത്രയും ജോലിയും കുറയും, നല്ല രീതിയിൽ ഈൽഡും കിട്ടും. പിന്നെ അധ്വാനഭാരം കുറയും ചെയ്യും. ഇത് നമ്മൾ ആദ്യം കൊത്തമര എന്ന് പറയും, എനിക്ക് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ പറയുന്നത്. അതിൽ നിന്നും എടുത്ത 2-3 വിത്തുകളാണ്. അതിനെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കേട്ടോ. പിന്നെ കാന്താരി മുളക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊളസ്ട്രോളിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അതെൻ്റെ വീട്ടിൽ ഒരു 4-5 ചെടികളുണ്ട് കേട്ടോ. ആവശ്യത്തിന് തോരനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അച്ചാറിടുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. മലബാർ ചീരയുണ്ട്, ഈ കുളമ്പിച്ച ചീര. അപ്പോൾ ഇത് ഞാനിന്ന് പരിപ്പൊക്കെ ഇട്ടാണ് ചെറുതായിട്ടൊരു തോരനാണോ ഉടച്ച് കറിയാണോ എന്നുള്ള രീതിയിൽ. പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റായിരുന്നു. ഈ കുളമ്പിച്ചീരയും പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ്, തക്കാളി, സവാളയൊക്കെ ഇട്ട് നല്ലൊരു കറി അതുണ്ടാക്കി. ഇത്രയും വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്ത് അതൊരു തോരനാക്കി. അത് കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്. ഇത്രയെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചൊരു ഏരിയെങ്കിലും വിഷമില്ലാത്തത് നമ്മളെ ഉള്ളിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. പക്ഷേ ഈ കുളമ്പിക്കീര എനിക്ക് കുഞ്ഞിലെ മുതൽ നല്ല ഇഷ്ടമാണ്. ചെറുപയറിട്ട് വെച്ചിരുന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം വെച്ചത് ഇങ്ങനെയാണ്, സാമ്പാർ പരിപ്പിട്ട്. അതാണ് എൻ്റെ ഇക്കാക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് ഇതൊക്കെ ഒരു മനസ്സിനെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഈ ഹാർവെസ്റ്റിംഗ്. അതുകൂടാതെ തന്നെ ഈ ടൊമാറ്റോയൊക്കെ ഞാൻ കിച്ചണിലുള്ള വേസ്റ്റുകളൊക്കെ ഓരോ ചെടികളുടെ ചുവട്ടിലും കൊണ്ടുവന്ന് ഒഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തനിയെ മുളച്ചു വന്നതാണ്. അതിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതൊക്കെ തനിയെ മുളച്ചു വന്നതാണ്. ഇതെല്ലാം ഇനി എൻ്റെ കിച്ചൺ ഗാർഡനിലേക്ക് മാറ്റി നടണം. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ബോണസുകളാണ് കേട്ടോ. ഈ പപ്പായ എന്തുമാത്രം ഔഷധ ഗുണമുള്ള ഒന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനി ഞാൻ റെഡ് ലേഡിയും കൂടെ ഒന്ന് വാങ്ങിച്ച് വെക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല രീതിയിലൊരു കിച്ചൺ ഗാർഡൻ എന്നുള്ള ഒരു രീതിയിലാക്കിയെടുക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും ചെറിയ രീതിയിലെങ്കിലും ഒരു വെജിറ്റബിൾ ഗാർഡൻ നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.